നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അതിരപ്പള്ളി ആനമല റോഡിൽ പോത്തിനെ ഇടിച്ച് ഓട്ടോ മറിഞ്ഞ് 3 പേർക്ക് പരിക്കേറ്റു. മുളകുന്നുത്തുകാവ് കോഴിക്കുന്നിൽ 2 വീലർ സ്പെയർ പാർട്സ് ഗോഡൌണിൽ വൻ അഗ്നിബാധ. 5 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി. സ്ഥാപനം പൂർണ്ണമായി കത്തിനശിച്ചു. ഒരു മരണം. മുതിർന്ന CPM നേതാവ് പപ്പേട്ടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന A. പത്മനാഭൻ അന്തരിച്ചു. 93 വയസ്സായിരുന്നു. യാത്രക്കാർക്ക് തൈലം വിതരണം ചെയ്തുകൊണ്ട് നാട്ടിക കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി. നാട്ടിക പഞ്ചായത്ത് കുറ്റകരമായ അനാസ്ഥയുടെ പര്യായമാണെന്നും കോൺഗ്രസ്. വാർത്തകൾ വിശദമായി. അതിരപ്പള്ളി ആനമല റോഡിൽ പോത്തിനെ ഇടിച്ച ഓട്ടോ മറിഞ്ഞ് 3 പേർക്ക് പരിക്കേറ്റു. ആനമല റോഡിൽ അലഞ്ഞു നടക്കുന്ന കന്നുകാലികൾ മൂലം വീണ്ടും അപകടം. വെറ്റിലപ്പാറയിൽ പോത്തിനെ ഇടിച്ച ഓട്ടോറിക്ഷ മറിഞ്ഞ് 3 പേർക്ക് പരിക്കേറ്റു. വെറ്റിലപ്പാറ സ്വദേശി ചാത്തോളി ജോഷി, ഭാര്യ ജിനി, മകൻ എബിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. മകളുടെ വീട്ടിൽ നിന്നും വെറ്റിലപ്പാറയിലെ വീട്ടിലേക്ക് തിരികെ വരുമ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി 10 മണി അരൂർമൊഴി കമ്മ്യൂണിറ്റി ഹാളിന് സമീപമാണ് അപകടം. പ്ലാന്റേഷൻ എണ്ണപ്പനത്തോട്ടത്തിൽ മേയാൻ വിട്ട പോത്ത് പെട്ടെന്ന് റോഡിലേക്ക് ഓടിക്കയറിയപ്പോൾ ഓട്ടോറിക്ഷ ഇടിച്ചു മറിയുകയായിരുന്നു. പരിക്കേറ്റവരെ ചാലക്കുടി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുളകുന്നുത്തുകാവ് കോഴിക്കുന്നിൽ 2 വീലർ സ്പെയർ പാർട്സ് ഗോഡൌണിൽ വൻ അഗ്നിബാധ. 5 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി. സ്ഥാപനം പൂർണ്ണമായി കത്തിനശിച്ചു. ഒരു മരണം. വൈകിട്ട് 8 മണിയോടെയാണ് സംഭവം. കോഴിക്കുന്ന് സ്വദേശികളായ സഹോദരങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഓട്ടോനിറ്റി എന്ന സ്ഥാപനമാണ് കത്തിനശിച്ചത്. തീപിടുത്തത്തിൽ ഒരു വെൽഡിംഗ് തൊഴിലാളിയായ നെന്മാറ സ്വദേശി ലിബിനാണ് മരിച്ചത്. വലിയ സാമ്പത്തിക നഷ്ടം സംഭവിച്ചതായാണ് വിലയിരുത്തൽ. വൻതോതിൽ തീയുയർന്നതോടെ നാട്ടുകാരാണ് സംഭവം ആദ്യം കണ്ടത്. മുതിർന്ന CPM നേതാവ് പപ്പേട്ടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന A. പത്മനാഭൻ അന്തരിച്ചു. 93 വയസ്സായിരുന്നു. വാർദ്ധക്യാവശ്യതകളെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. CPM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുമാണ്. തലച്ചോറിൽ രക്തസ്രാവത്തെ തുടർന്ന് തൃശൂരിൽ ദയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. 1931 പൂവാലി മൂത്തേടത്ത് നാരായണൻ നായരുടെയും അപ്പാട്ട് ഭാർഗവി അമ്മയുടെയും മകനായ A. പത്മനാഭന്റെ ജനനം. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, ധനകാര്യ സ്റ്റാൻഡിംഗ് ബ്ലോക്ക് കമ്മിറ്റി വടക്കാഞ്ചേരി പ്രസിഡന്റ്, മുള്ളൂർ പഞ്ചായത്ത് ഉൾപ്പെട്ടിരുന്ന പഴയ വരവൂർ പഞ്ചായത്ത് അംഗം, ഇരുനിലങ്കോട് ഗ്രാമീണ സഹകരണ ബാങ്ക് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12-ന് തൃശൂർ DC ഓഫീസിലും തുടർന്ന് 3-ന് വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി ഓഫീസിലും പൊതുദർശനത്തിന് വെച്ച ശേഷം ഭൗതിക ശരീരം ഇരുനിലങ്കോട്ടെ സ്വവസതിയിലെത്തിക്കും. സംസ്കാരം വ്യാഴാഴ്ച നടക്കും. യാത്രക്കാർക്ക് തൈലം വിതരണം ചെയ്തുകൊണ്ട് നാട്ടിക കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി. നാട്ടിക പഞ്ചായത്ത് കുറ്റകരമായ അനാസ്ഥയുടെ പര്യായമാണെന്നും കോൺഗ്രസ്. സഞ്ചാരയോഗ്യമല്ലാതെ തകർന്നു കിടക്കുന്ന നാട്ടിക ബീച്ച് റോഡിലൂടെ പോകുന്ന യാത്രക്കാർക്ക് തൈലം നൽകിയാണ് കോൺഗ്രസ് സമരം നടത്തിയത്. തൃപ്പയാർ നാട്ടിക പഞ്ചായത്ത് ഭരണം നാട്ടികയിലെ ജനങ്ങൾക്ക് പൊറുക്കാൻ പറ്റാത്ത കുറ്റകരമായ അനാസ്ഥയുടെ പര്യായമായി മാറിയിരിക്കുകയാണെന്ന് DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൻ പറഞ്ഞു. ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയാത്ത വിധം തകർന്നു കിടക്കുന്ന നാട്ടിക ബീച്ച് റോഡ് അടക്കം നാട്ടികയിൽ മുഴുവൻ റോഡുകളും സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് യാത്രക്കാർക്ക് തൈലം വിതരണം ചെയ്തുകൊണ്ട് നാട്ടിക കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നാട്ടിക ബീച്ച് റോഡിൽ നടത്തിയ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൻ. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ AN സിദ്ധപ്രസാദ്, CG അജിത് കുമാർ, PK നന്ദനൻ, TV ഷൈൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി രഹ്ന ബിനീഷ്, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി PC ജയപാലൻ, പഞ്ചായത്ത് മെമ്പർ KR ദാസൻ, മധു അന്തിക്കാട് എന്നിവർ സംസാരിച്ചു.
CK മണികണ്ഠൻ, സുധി ആലക്കൽ, മുഹമ്മദ് അലി കണിയാർക്കോട്, രാജീവ് അരയംപറമ്പിൽ, ഭാസ്കരൻ അന്തിക്കാട്ട്, പവിത്രൻ ചളിങ്ങാട്ട്, സക്കറിയ കാവുങ്ങൽ, ജ്യോതി TK, ഷൺമുഖൻ, അഷ്കർ അലി പുല്ലൂട്ടി പറമ്പിൽ, ജയരാജൻ, മണികണ്ഠൻ എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ റോഡുകൾ, പ്രത്യേകിച്ച് നാട്ടിക ബീച്ച് റോഡിലൂടെ ഒന്ന് നടന്നാൽ ഇരുചക്ര വാഹനത്തിൽ, ഓട്ടോറിക്ഷയിൽ, കാറിൽ, ബസ്സിൽ യാത്ര ചെയ്താൽ ഇന്നിവിടെ വിതരണം ചെയ്യുന്ന തൈലം ചെറുപ്പക്കാർ പോലും പുരട്ടിക്കിടക്കേണ്ട അവസ്ഥയാണ്. നാട്ടിക ബീച്ച് റോഡിലൂടെ യാത്ര ചെയ്യുന്നവരുടെ നടുവും നട്ടെല്ലും ഒടിയുകയാണ്, അതല്ലെങ്കിൽ തണ്ടല് തകരുകയാണ്. എന്നിട്ടും നാട്ടിക ഗ്രാമപഞ്ചായത്ത് അനങ്ങുന്നില്ല, നാട്ടിക ഗ്രാമപഞ്ചായത്ത് മിണ്ടുന്നില്ല, ഒരടി പോലും ഈ പഞ്ചായത്ത് ചലിക്കുന്നില്ല. കൊടുങ്ങല്ലൂർ കോതപറമ്പിൽ വീടും കടയും കുത്തിപ്പൊളിച്ച് മോഷണം, പണം കവർന്നു. കോതപറമ്പ് വാസുദേവ വിലാസം വളവിലെ മംഗലത്ത് സജീവന്റെ ഉടമസ്ഥതയിലുള്ള മീനാക്ഷി ബേക്കറിയിലാണ് മോഷണം നടന്നത്. കടയുടമ രാവിലെ കട തുറക്കാൻ വന്നപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. 21,000 രൂപ നഷ്ടപ്പെട്ടു. തൊട്ടടുത്ത അംബേദ്കർ കോളനിയിലെ ചൂരപ്പെട്ടി ഗോപി മകൾ ശാരിയുടെ വീട്ടിലും മോഷണം നടന്നു. ശാരിയുടെ വീട്ടിൽ നിന്ന് 1,200 രൂപ മോഷണം പോയി. മതിലകം പോലീസ് അന്വേഷണം ആരംഭിച്ചു. പൊട്ടിച്ചിട്ട് അങ്ങനെ ലോക്ക് ചെയ്ത് ഇച്ചിരി പോയിക്കായിരുന്നു. അപ്പം ഞാൻ കയറിയിട്ട് ഞാൻ ചിറ്റിട്ട് ഞാൻ തന്നെ തല്ലി പൊട്ടിച്ച് കയറിയാക്കി. കയറിയപ്പോൾ ഒരു 10-26 റുപ്യയും കുറേ മിഠായികളൊക്കെ പോയിട്ടുണ്ട്. വേറെ കാര്യമായിട്ടൊന്നും മിഠായി പൈസ മാത്രമേ പോയിട്ടുള്ളൂ. പൈസ 26 രൂപ ഉണ്ടാവും. അത് വേറെ പാർട്ടിക്ക് 16 രൂപ വേറെ പാർട്ടിക്ക് തരാൻ വേണ്ടി ഒരു പാർട്ടി തന്നേൽപ്പിച്ചാണ് ആ പൈസന് പോയത്. ഇന്ന് കട തുറക്കണാണ്ട് ഇന്നലെ ഞാൻ 2 മണിക്ക് വന്നിട്ട് വാതിൽ ഇങ്ങനെ തുറക്കാൻ നോക്കിയപ്പോൾ ഇങ്ങനെ കണ്ടത്. ഇന്നലെയാണ് സംഭവം. അത് എന്നാണെന്ന് അറിഞ്ഞുള്ളൂ. ഇന്നലെ ശരിക്കും ഇങ്ങനെ പൂട്ടിയിട്ട പോലെ സാധനം കിടക്കുന്നു, പൂട്ടിയ പോലെ കിടക്കുന്നു. ഇത് തുറന്നിട്ടുണ്ടായില്ല, അല്ലാണ്ട് അഴിച്ചാണ് കയറിയേക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഏമയൊക്കെ ഇവിടെ മുറ്റത്ത് വന്നു പറഞ്ഞു. അപ്പൊ ഇതിങ്ങനെ കിടക്കുകയല്ലേ, അപ്പൊ പൂട്ടിക പോലെ കിടക്കുകയല്ലേ. നഷ്ടപ്പെട്ടിട്ടുണ്ട് 1,200 രൂപ അലമാരുടെ പുറത്ത് വെച്ചിരുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താ നേരം തുടരും. ആരോഗ്യമുള്ള നല്ല നാളേക്കായി മണപ്പുറം മാക്കയർ നൽകുന്ന മൺസൂൺ ഹെൽത്ത് ചെക്കപ്പ് ഓഫർ. വിദഗ്ധരായ ഡോക്ടർമാർ രൂപകൽപ്പന ചെയ്ത 50-ൽ പരം ടെസ്റ്റുകൾ അടങ്ങിയ ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് പാക്കേജ് ഇപ്പോൾ വെറും 2,750 രൂപ മാത്രം. അതോടൊപ്പം 900 രൂപയുടെ വൈറ്റമിൻ D3 ടെസ്റ്റ് സൗജന്യം. ഈ ഓഫർ മാക്കയറിന്റെ വലപ്പാട്, വാടാനപ്പള്ളി, കാട്ടൂർ, കാഞ്ഞാണി, ചേർപ്പ് ബ്രാഞ്ചുകളിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 1800 309 1555. നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ പെർഫോമൻസ് കുറഞ്ഞു, ലാപ്ടോപ്പിൽ ചാർജിംഗ് കപ്പാസിറ്റി കുറഞ്ഞു. വിഷമിക്കേണ്ട, ലാപ്ടോപ്പുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും ഏതു പ്രശ്നങ്ങളും ഉടനടി റിപ്പയർ ചെയ്തു കൊടുക്കുന്നു. കൂടാതെ എല്ലാവിധ കമ്പ്യൂട്ടർ അനുബന്ധ കണക്ടറുകളും കേബിളുകളും ഇവിടെ ലഭിക്കുന്നു. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള തൃപ്പയാറിലെ ഏക സ്ഥാപനം ലൈവ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ലാപ്ടോപ്പ് റിപ്പയറിംഗ് സെന്റർ. ഫോൺ 9946 04 8988. വാർത്താ നേരം തുടരുന്നു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ മത്സ്യ കർഷക ദിനാചരണത്തോടനുബന്ധിച്ച് മത്സ്യ കർഷക സംഗമവും മത്സ്യ കർഷക അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശന്റെ അധ്യക്ഷതയിൽ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് മുഖ്യാതിഥിയായിരുന്നു. ഫിഷറീസ് വകുപ്പ് ഓഫീസർ പദ്ധതി വിശദീകരണം നടത്തി. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ്, ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതു കണ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിൽ മത്സ്യകൃഷിക്കായി ഏറ്റവും കൂടുതൽ ഫണ്ട് വിനിയോഗിച്ച് മികച്ച പ്രവർത്തനം നടത്തിയ പഞ്ചായത്തിനുള്ള അവാർഡിന് ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് അർഹരായി. ഗ്രാമപഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഷെബീർ, സുരേഷ് ബാബു, സുഹൈബ്, പ്രീതി പൃഥ്വിരാജ്, സത്യപാലൻ, രത്തൻ, ജയറാം, അജ്മൽ, നൌഷാദ്, ലെനിൻ എന്നിവർ അർഹരായി. നാട്ടിക മത്സ്യഭവൻ ഫിഷറീസ് ഓഫീസർ സുജിത് കുമാർ M സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ നാട്ടിക മത്സ്യഭവൻ അക്വാകൾച്ചർ പ്രൊമോട്ടർ കൃഷ്ണപ്രസാദ് നന്ദി
കൃഷിയൊക്കെ കൂടുതൽ ആളുകൾക്ക് ലാഭം കിട്ടുന്നതാണ് നമ്മുടെ ഉൾനാടൻ മത്സ്യ സമ്പത്തും അതിന്റെ കർഷകർ. അപ്പൊ തീർച്ചയായിട്ടും ഗ്രാമപ്രദേശങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സർക്കാർ മത്സ്യകർമ്മ പദ്ധതിയിലൂടെ ഒട്ടേറെ ചെയ്യാൻ സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വന്നിട്ടുണ്ട്. നാട്ടിക ശ്രീനാരായണ കോളേജിൽ 4 വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കുള്ള മോട്ടിവേഷൻ സീരീസിന്റെ ആദ്യ ക്ലാസ് പ്രശസ്ത കോർപ്പറേറ്റ് ട്രെയിനർ എഡിസൺ ഫ്രാൻസ് അവിസ്മരണീയമാക്കി. കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾ നടത്തുന്ന ഈ പരമ്പരയിലെ ആദ്യത്തേത് ശ്രീ ജോഷി കോഴിപ്പറമ്പിലാണ് സംഘടിപ്പിച്ചത്. പ്രിൻസിപ്പൽ ഡോക്ടർ PS ജയ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ രഞ്ജിനി വർമ്മ, ഡോക്ടർ നിഖിൽ, ബബിത, ദീപ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് നമ്മൾ ചോദ്യങ്ങൾ നശിപ്പിക്കുക. ചെറിയ കുട്ടികളാണ് ചോദിക്കുന്നത്. അധ്യാപകൻ തലമുകളിൽ പഠനം. അതാണ് ഒരാൾ പറഞ്ഞത്, എൻ്റെ ഒരു സാധാരണ അമ്മയാണ് എന്നെ സയന്റിസ്റ്റ് ആക്കിയത്. അങ്ങനെ ചോദിച്ചാൽ പറയുന്നില്ല. സ്കൂൾ ബസ് വന്നിട്ടുള്ള എല്ലാ പാരന്റ്സ് ചോദിക്കുന്നത് ടീച്ചർ എന്താ പഠിപ്പിച്ചു, മുന്നേ എന്താ പഠിച്ചത്, അങ്ങനെ ചോദിക്കില്ലേ. വേൾഡ് കോർഫ്ബോൾ ചാമ്പ്യൻഷിപ്പ് ദേശീയ ടീമിലേക്ക് ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിലെ 1ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിനിയും. തുർക്കിയിൽ വെച്ച് നടക്കുന്ന വേൾഡ് കോർഫ്ബോൾ ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ടീമിലേക്ക് ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിലെ ചെൽസ TJയെ തെരഞ്ഞെടുത്തു. കോളേജിലെ 1ാം വർഷ ഡിഗ്രി സൈക്കോളജി വിദ്യാർത്ഥിനിയാണ് ചെൽസ TJ. ചാലക്കുടി തെക്കാനത്ത് ജോബിയുടെയും ജസ്റ്റിമോളിന്റെയും മൂത്ത മകളാണ് ചെൽസ. ബാസ്കറ്റ്ബോൾ താരം കൂടിയായ ചെൽസ ദേശീയ സംസ്ഥാന തല മത്സരങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. തുർക്കിയിൽ വെച്ച് ജൂലൈ 13 വരെയാണ് ലോകകപ്പ് മത്സരം നടക്കുന്നത്. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ കോച്ച് ജോൺസൺ തോമസ് ആണ് സെന്റ് ജോസഫ് കോളേജിലെ ചെൽസയുടെ പരിശീലകൻ. വൃക്ക നൽകാൻ ഭാര്യയുണ്ട്, വേണ്ടത് സുമനസുകളുടെ സഹായം. വലപ്പാട് കരയാമുട്ടം സ്വദേശി കണ്ണോത്ത് പ്രകാശൻ മകൻ 47 വയസ്സുള്ള പ്രസാദ് ഇരുവൃക്കകളും തകരാറിലായതിനെ തുടർന്ന് വൃക്കമാറ്റികയക്കൽ ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കും സുമനസുകളുടെ സഹായം തേടുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അതിരപ്പള്ളി ആനമല്ല റോഡിൽ പോത്തിനെ ഇടിച്ച് ഓട്ടോ മറിഞ്ഞ് 3 പേർക്ക് പരിക്കേറ്റു. മുളകുന്നുത്തുകാവ് കോഴിക്കുന്നിൽ 2 വീലർ സ്പെയർ പാർട്സ് ഗോഡൌണിൽ വൻ അഗ്നിബാധ. 5 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി. സ്ഥാപനം പൂർണ്ണമായി കത്തിനശിച്ചു. 1 മരണം. മുതിർന്ന CPM നേതാവ് പപ്പേട്ടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന A. പത്മനാഭൻ അന്തരിച്ചു. 93 വയസ്സായിരുന്നു. യാത്രക്കാർക്ക് തൈലം വിതരണം ചെയ്തുകൊണ്ട് നാട്ടിക കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി. നാട്ടിക പഞ്ചായത്ത് കുറ്റകരമായ അനാസ്ഥയുടെ പര്യായമാണെന്നും കോൺഗ്രസ്. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.